integrating equation of motion in several dimensions. അതായത് വൺ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് മോഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഇസ് വർക്ക് ഡൺ. അതായത് വർക്ക് ഡൺ ചെയ്യണം ഇൻ വൺ ഡയമെൻഷൻ. ഇനി നമുക്ക് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് ഫോമാ കിട്ടുക നോക്കാം. അതിന് നമുക്ക് വേണ്ട എന്താ വെച്ചാല് ട്രാജക്ടറി ഞാൻ കൺസിഡർ ചെയ്യാണ്. എ ടു ബിയിലേക്ക് പോകുന്ന ട്രാജക്ടറി കൺസിഡർ ചെയ്യാണ്. ഇതായിരുന്നു നമ്മളെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതായിരുന്നു. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. സെവറൽ ഡയമെൻഷൻസിൽ വേണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ എ ടു ബിയിലേക്ക് ഒരുപാട് സെഗ്മെന്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. പൊസിഷൻ സെഗ്മെന്റ്സ് ആർ ഐ ആർ ജെ അങ്ങനെ ഒരുപാട് തന്നെ എടുക്കാന്ന് വിചാരിക്കാം. ഐ ഫ്രം 0 to n അല്ലെങ്കിൽ 1 to 0 പറ്റില്ല. 0 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ലല്ലോ. അപ്പൊ 1 to n വരെയുള്ള ഡയമെൻഷൻസിൽ ഒരുപാട് സെഗ്മെന്റ്സ് ഞാൻ എടുത്തു. അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള ട്രാജക്ടറി ഞാൻ ഒരു പൊസിഷൻ വെക്ടർ കൊടുക്കുകയാണ്. അതായത് ഒരു പൊസിഷന് എയിലേക്കുള്ള ഒരു പൊസിഷൻ വെക്ടർ കൊടുക്കുന്നത് RI എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫൈനലിൽ RF കൊടുക്കുകയാണെങ്കിൽ 0 RFിലേക്കുള്ള പൊസിഷൻ നോക്കാം. രണ്ട് പൊസിഷൻ ആണ് എയും ബിയിലേക്കും. ഇതിലുള്ള ഒരുപാട് സെഗ്മെന്റ്സ് ഞാൻ n നമ്പർ ഓഫ് സെഗ്മെന്റ്സ് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. സോ ഇനീഷ്യൽ പൊസിഷൻ RI, ഫൈനൽ പൊസിഷൻ RF. പൊസിഷൻ വെക്ടർ ആണ്, വെക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഫോഴ്സ്. ഫോഴ്സിന് എന്തുണ്ട്? ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ n നമ്പർ ഓഫ് ഷോർട്ട് സെഗ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഷോർട്ട് സെഗ്മെന്റ് ഇത് ഡെൽറ്റ, സ്മോൾ ചേഞ്ച് ഇൻ ഡെൽറ്റ RI എന്ന് പറഞ്ഞ ടേം ആണ് ഞാൻ എടുക്കുന്നത്. ഇനി നോക്കാം, നമ്മൾ ഇക്വേഷൻ ഇതായിരുന്നു അല്ലെ, അതായത് m ഇൻറ്റു dv/dt is equal to f of r. അതായത് നമ്മൾ ഇക്വേഷൻ ഫോഴ്സ് is equal to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ m ഇൻറ്റു a is equal to f, അതായത് ഫോർമുല. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സ്മോൾ സ്കാലാർ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ഇൻറ്റു ആർ, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് സ്കാലാർ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. വെക്ടേഴ്സ് ഒക്കെ പഠിച്ചു തോന്നുന്നു. ഡോട്ട് പ്രൊഡക്റ്റ്, ഡൈവേർജൻസ് ഇതൊക്കെ +2 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെക്ടേഴ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. അതിൽ സ്കാലാർ പ്രൊഡക്റ്റ് എടുക്കുകയാണ് ഞാൻ രണ്ട് സൈഡിലും. അതിനുശേഷം അതായത് എബോ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് മാത്രമായിട്ട് ഞാൻ എടുക്കുകയാണ്. സ്മോൾ ഐ എന്ന് പറഞ്ഞ സെഗ്മെന്റ് ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ എക്സും വൈയും സെഡും ഡയറക്ഷൻ ആണ് നമ്മൾ 3 ഡയമെൻഷനിൽ പറയാം. അതായത് IJK ആണ് സാധാരണ ഈ വെക്ടേഴ്സിൽ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മള് മെനി ഡയമെൻഷൻ ആകുമ്പോൾ 0 to n എന്നുള്ള ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സെഗ്മെന്റ്സ് എടുത്തല്ലോ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, സം ചെയ്യണം. അപ്പൊ 1 to n സമ്മേഷൻ ഞാൻ കൊടുത്തു കേട്ടോ. സമ്മേഷൻ രണ്ട് സൈഡ് ഞാൻ കൊടുത്തു. അതായത് ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ സം ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഈ ഡെൽറ്റ RI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RI ഇസ് എ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ വെലോസിറ്റി ഇൻറ്റു ടൈം ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, അതിന് ചേഞ്ച് ചെയ്തിട്ട് VI ഇൻറ്റു ഡെൽറ്റ ടി ആയിട്ട് എടുക്കുകയാണ്. TI എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ആണ്. അപ്പൊ ആ സെഗ്മെന്റിൽ ട്രാവൽ ചെയ്യാൻ ടൈം ടേക്കൺ ആണ്. അപ്പൊ ഞാൻ അത് ഇക്വേറ്റ് ചെയ്തു, V ഇൻറ്റു DI ആയിട്ട് മാറ്റി എഴുതി. പിന്നെ സമ്മേഷൻ ഓവർ I 1 to n ഡെൽറ്റ RI എന്ന് പറഞ്ഞ ടേം ഇവിടെ ഉണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ടേമിൽ മാത്രമാണെന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ഡിയിലേക്ക് മാറ്റാണ്. ഓക്കെ, ഡിയിലേക്ക് മാറ്റാണ്. പിന്നെ ഇന്റഗ്രേഷൻ ഞാൻ എന്ത് ചെയ്യാണ്, സമ്മേഷൻ ഞാൻ എന്ത് ചെയ്യാണ്, n ലാർജ് ക്വാണ്ടിറ്റി ആണ്. ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ സമ്മേഷൻ വിൽ ചേഞ്ചസ് ടു ഇന്റഗ്രേഷൻ ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് TI to TF m/2 d/dt into v² dt. അതായത് ഡെൽറ്റ എന്തായിട്ട് മാറി, സമ്മേഷൻ എന്തായിട്ട് മാറി, ഇന്റഗ്രേഷൻ ആയിട്ട് മാറി, ടോട്ടൽ ഡെറിവേറ്റീവിലേക്കായിട്ട് മാറി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, ടിയും 1 ആയി പോയി അല്ലെ, 1 ആയി. അപ്പൊ d എന്തായി, ഇന്റഗ്രേഷൻ അത് പോയി. സോ ദിസ് ഈസ് ബിക്കംസ് ½ mv². ഇനീഷ്യലും ഫൈനലും വരും. അത് ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എന്താണ്, ആ ക്വാണ്ടിറ്റി അത് തന്നെയാണ്. പക്ഷെ വെക്ടർ സ്കേലാർ ഡോട്ട് ആയിട്ട് മാറി. അപ്പൊ n ഡയമെൻഷൻ ആവുമ്പോൾ ദിസ് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇറ്റ്സെൽഫ്. ഇത് എന്തായിട്ട് മാറും, ലൈൻ ഇന്റഗ്രൽ ആയിട്ട് മാറും. ലാർജ് നമ്പർ ഉണ്ടായതുകൊണ്ട് ലൈൻ ഇന്റഗ്രൽ ആയിട്ട് പോകും. ദിസ് ഈസ് എ ജനറൽ ഫോം വെൻ ഇന്റഗ്രേറ്റിംഗ് വൺ ഡയമെൻഷൻ മോഷൻ ഇൻ സെവറൽ ഡയമെൻഷനിലേക്ക് ആക്കുമ്പോൾ RHSൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ. അത് എന്തായിട്ട് മാറും, ലൈൻ ഇന്റഗ്രൽ ആയിട്ട് മാറും. വെക്ടർ ക്വാണ്ടിറ്റീസിൽ മാത്രമായിട്ട് ചേഞ്ച് വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് വർക്ക് എനർജി തിയറം ഇൻ ജനറൽ എന്താന്ന് പറയാണ്. കാരണം നമ്മൾ ജനറൽ വർക്ക് എനർജി അത് ജസ്റ്റ് ഇങ്ങനെ ഫോം മാറി വരുന്നുള്ളൂ. നോക്കിയാല് അറിയാം, 1 ഡയമെൻഷൻ നമ്മൾ ചെയ്തു. n ഡയമെൻഷനിലാവുമ്പം അത് ഇന്റഗ്രേഷൻ ആവും. ഒരു ITM വരും, R ഫംഗ്ഷന് ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് പറയും. പക്ഷെ ഫോം എല്ലാം എന്താണ്, സെയിം ആണ്. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് ഫൈനൽ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ കൈനറ്റിക് എനർജി വെറുതെ ഫോം മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ജനറലി ഇറ്റ് ഈസ് ഓൾ സെയിം ആണ് വർക്ക് എനർജി തിയറം. ജനറൽ എങ്ങനെ ആക്കിയിട്ട് എഴുതാൻ നോക്കാം. ഇത് ഈ ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, KF - KI is equal to
ഡബ്ല്യു വർക്ക് ഡൺ ആവും, ഡബ്ല്യു ആണ്. ദിസ് ഫോമിന് നമ്മൾ എഫ് ഐ എന്ന് കൊടുക്കാൻ കാരണം ഐ രണ്ട് ടേംസിന് എഫ് ഉണ്ട് ഐ ഉണ്ട്, രണ്ട് ടേംസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് അതിന് വെറുതെ ഒരു ജേത്ത് ക്വാണ്ടിറ്റി ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഞാൻ വർക്കിന് എന്ത് ചെയ്യാൻ പോലും വർക്ക് ജെ ആയിട്ടുള്ളൊരു വെക്ടറിൽ കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്റഗ്രേഷൻ ഞാൻ എന്താ ചെയ്യാം, സമ്മേഷൻ ആക്കിയിട്ട് എഴുതാം. എനിക്ക് ഇന്റഗ്രേഷൻ എന്താക്കി മാറ്റാൻ പറ്റും, സമ്മേഷൻ ആക്കി എഴുതാൻ പറ്റും സിംഗിൾ പാർട്ടിക്കിൾ ആവുമ്പോ. ഓക്കെ, അത് കുറെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയപ്പോഴാണ് ഇന്റഗ്രേഷൻ ആയത്. അതിനെനിക്ക് സമ്മേഷൻ ആക്കി എഴുതാനും പറ്റും, ഇന്റഗ്രേഷൻ ആക്കാം, സമ്മേഷൻ ആക്കാം, എന്ത് വേണമെങ്കിൽ ഫോമിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. ഇനി ഞാൻ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ, അതായത് എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ എല്ലാ മോഷൻ, റൊട്ടേഷൻ മോഷൻ, ട്രാൻസ്ലേഷൻ മോഷൻ, എല്ലാ മോഷനിലും എനിക്ക് എന്ത് ചെയ്യണം, വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ അതിന്റെ ഫോമുകളൊക്കെ മാറ്റി ചെയ്ത്, അതിപ്പോ സെന്റർ ഫോഴ്സ് സി എം ഫ്രെയിമിൽ എങ്ങനെയാ വരിക നോക്കാണ്, സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ എങ്ങനെയാണ് വരിക നോക്കാണ്. അപ്പൊ സി എം ഫ്രെയിമിൽ എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് ഫ്രെയിം ആണല്ലോ. സി എം ഫ്രെയിമിൽ എഫ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എ ആണ്, ഇത് ഡെറിവേറ്റീവ് ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇതിന് ഞാൻ വി സി എം സെന്റർ ഓഫ് മാസിന്റെ ഇതിലാക്കിയിട്ട് എഴുതി. റൊട്ടേഷൻ മോഷൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സെന്റർ ഓഫ് മാസ് ആക്കുന്നത്. വി സി എം എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് ആണ്, ആർ ഡോട്ട് സി എം ആണ്. സോ ഏത് സെന്റർ ഓഫ് മാസ് ഫ്രെയിമിലാവുമ്പോ എന്ത് വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആറിന് സി എം വരും, അതുപോലെ വെലോസിറ്റിക്കും സി എം വരും. അതായത് സെന്റർ ഓഫ് മാസിലുള്ള വെലോസിറ്റി, സെന്റർ ഓഫ് മാസിലുള്ള റേഡിയസ് ഉള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതായത് വർക്ക് എനർജി റിലേഷൻ ഫോർ ട്രാൻസ്ലേഷൻ മോഷൻ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി റൊട്ടേഷൻ മോഷൻ ആണ് എനിക്ക് സെന്റർ ഓഫ് മാസിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ദ ജനറൽ ഫോം. അപ്പൊ ഞാൻ എന്താ ചെയ്താന്ന് വെച്ചാല് രണ്ട് ജനറൽ ഫോമിലേക്ക് ഞാൻ വർക്ക് എനർജി തിയറത്തിന്, ആദ്യം നമ്മൾ വർക്ക് എനർജി തിയറം 1 ഡയമെൻഷൻ ആയിരുന്നു പറഞ്ഞത്, പിന്നെ 2 ഫോമിലേക്ക് ഞാൻ മാറ്റുക ചെയ്തത്. അതായത് n ഡയമെൻഷനിൽ എങ്ങനെ ഫോം വരും, അതുപോലെ സെന്റർ ഓഫ് മാസിൽ എങ്ങനെ വരും. സെന്റർ ഓഫ് മാസിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് റൊട്ടേഷൻ മോഷനിലും അതുപോലെ ട്രാൻസ്ലേഷൻ മോഷനും ഏത് മോഷനിലും എനിക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വർക്ക് എനർജി തിയറം യൂസ് ചെയ്യാൻ പറ്റും. സോ ഇന്റഗ്രേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഏത് ഫോമാ കിട്ടിയത്, ഇങ്ങനെ ഒരു ഫോമാ കിട്ടിയത്. ഇതിൽ എന്താണുള്ളത്, ലൈൻ ഇന്റഗ്രൽ മാത്രമാണിത്. ഇനി നോക്കാം സെന്റർ ഓഫ് മാസിൽ വരുന്ന സമയത്ത്, സെന്റർ ഓഫ് മാസിൽ വരുമ്പോൾ സെന്റർ ഓഫ് മാസിന്റെ ടേംസിലേക്ക് ഞാൻ വർക്ക് എനർജി തിയറത്തിനെ മാറ്റി എഴുതി, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.